ഹലോ, ഇന്ന് എനിക്കും റോണിക്കും ഒരു അവധി ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന്. സാധനങ്ങളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് കേക്കിൻ്റെ ഐറ്റംസ് ആയിരുന്നു മേടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പട്മയിലുള്ള ബേക്കേഴ്സിൽ നിന്നാണ് കേക്കിൻ്റെ എല്ലാ ഐറ്റംസും വാങ്ങുന്നത്. ബാക്കിയുള്ള ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്കവിടെ ഇത്തിരി റേറ്റും കുറവാണ്. അതുപോലെ തന്നെ കേക്കിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി മേളത്തെ ഫ്ലോറിലോട്ട് പോയി. ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ എടുത്തു വെക്കാറില്ല. ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും കുറേ കുട്ടി കുട്ടി ടോയ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ടോപ്പേഴ്സ് ഉണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് ടോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2-3 ടോപ്പേഴ്സൊക്കെ എടുത്തു. ഞാൻ ഓർഡർ അനുസരിച്ചിട്ടാണ് സാധനങ്ങൾ എടുക്കാറുള്ളത്. നേരത്തെ സാധനങ്ങൾ എടുത്തു വെക്കാറില്ല. അതുകൊണ്ട് തന്നെ പ്രീ ബുക്കിംഗ് ഓർഡേഴ്സാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. ഓരോ ടോപ്പേഴ്സും നോക്കി ഞാൻ എനിക്ക് വേണ്ട ടോപ്പേഴ്സ് എല്ലാം എടുത്തു. പിന്നെ ഞാൻ 2-3 ബെൻഡോ കേക്ക്സിൻ്റെ ബോക്സസ് വാങ്ങി. നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ബെൻഡോ കേക്ക്സ് ചെയ്യുമോ ചോദിച്ചിട്ട്. നമ്മൾ ബെൻഡോ കേക്ക്സ് ചെയ്യും. പിന്നെ 2-3 ടവൽസ് എടുത്തു. നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കര അത്യാവശ്യമാണ്. പിന്നെ നെക്സ്റ്റായിട്ട് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സിൻ്റെ സെക്ഷനിലോട്ട് പോയി. നേരത്തെ ബേക്കേഴ്സിൽ ഇത്രയും ഹാമ്പേഴ്സിൻ്റെ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൺലൈനായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഓർഡർ അനുസരിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ 2-3 വാങ്ങിയുള്ളൂ. കാരണം ഞാൻ ഓർഡേഴ്സ് അനുസരിച്ചിട്ടാണ് ബോക്സസ് എടുക്കാറുള്ളത്. എനിക്ക് കുറച്ച് മോൾഡും അതുപോലെ തന്നെ റിബൺസൊക്കെ വേണമായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ആയിക്കോട്ടെ എന്ത് ഫങ്ഷൻസ് ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഐറ്റംസ് എല്ലാം തന്നെ ബേക്കേഴ്സിൽ അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വേണമായിരുന്നു ഹാമ്പേഴ്സിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ചോക്ലേറ്റ്സ് ആണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും കസ്റ്റമേഴ്സിന് ഫോട്ടോ അയച്ചു കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ് നമ്മളത് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ക്രീമിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഞാൻ കേക്കിന് വേണ്ടിയിട്ട് ഫിയോണയും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റിച്ചീസും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഡ്രീം കേക്ക്സൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇത്തിരി കൂടി പ്രീമിയം ആയിട്ടുള്ള ക്രീമും ചോക്ലേറ്റ്സും ആണ് യൂസ് ചെയ്യാറുള്ളത്. ക്രീമും ഞാൻ ഒരുപാട് എടുത്തു വെക്കാറില്ല. ഓർഡർ അനുസരിച്ചിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് നേരെ ബില്ലിങ്ങിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഇന്ന് പൊതുവെ ബേക്കേഴ്സിൽ ഇത്തിരി തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പരിപാടിയും വേഗം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വാക്വേയിലോട്ട് പോയി. ഞങ്ങളിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഈ ഒരു ടൈമിൽ ഇവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നി. അങ്ങനെ റോണി പോയി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. തേവര വഴിയാണ് ഞങ്ങൾ തിരിച്ചു പോയത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സെൻറ്റ് ജൂഡ് പള്ളിയിലൊന്ന് കയറാമെന്ന്. അങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഒരു ഡേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.